ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല സ്വാദുള്ള മത്തിക്കറി തയ്യാറാക്കിയാലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് ചോറിനും പത്തലിനും എല്ലാത്തിനും നല്ല അടിപൊളി കോംബോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അതിന് നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കാം. തിളച്ച വെള്ളത്തിലാണ് ഇടേണ്ടത്. ഇനി നമുക്ക് ഒരു കടായി ചൂടാക്കിയാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. പിന്നെ 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഒരു 5-6 ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു ഉള്ളിയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കാം. എന്നിട്ട് ഇത് 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് തുറന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളിയുടെ ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ച ചൊയ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അതിന് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ആക്കാം. അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം വീണ്ടും ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം വീണ്ടും മിക്സ് ആക്കുക. ചെറിയ പീസ് പുളി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ആക്കാം. എന്നിട്ട് വീണ്ടും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി കറി തിളച്ച് വന്നിട്ടാകുമ്പോൾ നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് മത്തിയാണ്. മത്തി ഇല്ലെങ്കിൽ അയില വെച്ചിട്ടായാലും നമുക്ക് ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് മെല്ലേനൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ഇന്ന് കറി വെച്ചിട്ട് നാളെ ചൂടാക്കി എടുത്താലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റിലായിട്ട് അറിയിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.